മാഡം മാഡം എഴുന്നേക്കണ്ട, അവിടെ ഇരുന്നോളൂ, ഞാൻ എടുത്തോളാം. മേഹൂന. ഹലോ. ഹായ് ആന്റി. ഹായ് അങ്കിൾ. ഏയ് ആരാടാ നീ? ഞാൻ അങ്കിൾ ആണെന്ന് വിചാരിച്ചോ? അങ്കിൾ അല്ല, പക്ഷെ വോയിസ് ആണ്. ആരാടാ നീ? നീ എന്തിനാ ഫോൺ എടുത്തേ? ഓ മിസ് മധ്യപ്രദേശ്, നീ ആരാണെന്ന് ഞാൻ എങ്ങനെ അറിയാം? തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്നോട് തർക്കിച്ച് നിൽക്കാൻ എനിക്ക് നേരമില്ല. ഫോൺ വെച്ചിട്ട് പോടി പുല്ലേ. അവള് നമ്മളെ സ്വന്തം. അത് ഞാൻ എങ്ങനെ അറിയാനാ? അവളുണ്ടല്ലോ അടുത്ത വീട്ടിലെ പെണ്ണാ, പേരെന്തു. ഇന്ദുവോ? നിനക്ക് മുമ്പേ അറിയാമോ? ഇന്ദുവിനെ അറിയാം, നമ്മുടെ കുക്ക് പറഞ്ഞു. അവനെവിടെ? ഞാൻ അയാളെ മാർക്കറ്റിൽ അയച്ചിരിക്കുക ആന്റിക്ക് ആട്ടിൻ സൂപ്പ് ഉണ്ടാക്കാൻ. ആട്ടിൻ സൂപ്പോ? എന്തിനാ? മേഡത്തിന്റെ മുട്ടുവേദന ഭേദമാകാൻ ആട്ടിൻ സൂപ്പ് നല്ലതാ. എന്റെ വേദനയെ പറ്റി നിനക്ക് എങ്ങനെ അറിയാം? മേഡത്തിന്റെ ചെറിയ വേദന പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കൈ കൊണ്ട് വിളമ്പി തരുന്ന ആഹാരമല്ലേ ഞാൻ കഴിക്കുന്നത്. മേഡം എവിടെ ഇരുന്നുള്ളൂ, ഞാൻ ഇപ്പൊ സൂപ്പ് റെഡിയാക്കി കൊണ്ടുവരാം. എന്താ ബാബു? ബാബു അല്ല, ചന്തു. ചന്തു. ശരി, ചന്തു ബാബു. അടുക്കളയിലേക്ക് വരരുതെന്ന് നിനക്ക് അറിയില്ലേ? പിന്നെ താനെന്തിനാ വന്ന്? ഞാനല്ലാതെ വേറെ ആരും വരരുതെന്നാ പറഞ്ഞത്. എങ്കിൽ ഇവരെന്തിനാ വന്ന്? അതോ, ഷക്കു എന്റെ അസിസ്റ്റന്റാ, അതുകൊണ്ടാ വന്നത്. ഞാൻ നിങ്ങളുടെ ബോസ് ആയതുകൊണ്ടാ വന്നത്. അതേടോ, തന്നോട് സൂപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ റെഡിയാക്കിയില്ലല്ലോ. മേഡം ഇത് അറിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളെ പിടിച്ച് സൂപ്പാക്കി കളയും. എന്നെ സൂപ്പ് വെക്കണത് നിക്കട്ടെ, ഇപ്പൊ നിന്നെ ഇടിച്ച് സൂപ്പ് ആക്കണത് നിനക്ക് കാണണോ? അതൊക്കെ അവിടെ നിക്കട്ടെ. നിന്റെ ഈ കയ്യിലുണ്ടായിരുന്ന കെട്ടെവിടെ പോയെന്ന് അടിക്കുന്നത്? നോക്കടോ, നോക്ക്, ഇത് കെട്ടല്ലേ നോക്ക്. ശരിയാ. ഇവന്റെ ഒക്കെ ഒരു സംശയം. വളരെ നന്നായിട്ടുണ്ട് മോനെ. താങ്ക് യു മാഡം. മാഡം ഇവനെ വിശ്വസിക്കരുത്, ഇവൻ ഭയങ്കര പറ്റിപ്പാ. എന്ത് പറ്റിയടാ? ഇവന്റെ വലത്തേ കയ്യിലുണ്ടായിരുന്ന കെട്ട് ഇപ്പൊ ഇടത്തെ കയ്യിൽ. അതെ, നോക്കി. ഇത് കേട്ടോ കൺകേട്ടോ, ഇവൻ പുലിയേക്കാളും വലിയ പുലിയാന്നാ തോന്നുന്നത്. ഈ പയ്യൻ ഇപ്പൊ വന്നതേ ഉള്ളൂ, നിന്നെ അറിയാത്തത് കൊണ്ടാ. അവനോട് സോറി പറയാൻ പറ. സോറിയോ? പറഞ്ഞേരും മോനെ. മാഡം നിർബന്ധിച്ചാ ഞാൻ സോറി പറയാം. സോറി പറയാൻ മാത്രം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. സോറി പറഞ്ഞാൽ നിനക്കൊട്ടും മനസ്സിലാകാനും പോകുന്നില്ല. എങ്കിലും മാഡം പറഞ്ഞത് കാരണം സോറി. നിന്നെ ഞാൻ എടോ കുറുക്ക, ഈ കാന്താരിക്ക് ഞാൻ ഉണ്ടാക്കിയ സൂപ്പ് കുറച്ച് കൊടുക്കാം. സൂപ്പോ? നീ ഉണ്ടാക്കിയതാ? അത് പട്ടി പോലും കഴിക്കില്ല. എടോ, പട്ടി എന്ന് പറഞ്ഞാൽ തന്നെ പറ്റിയാ, കൊടുക്കണ്ട. നീ പോകുവോ? നിന്റെ മുറച്ചെറുക്കനാടി നശിപ്പിച്ചു. ഇവളുടെ ഭാവി വരണേ, ഇവളൊന്ന് അറിയോന്നറിയണ്ടേ? നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? ഇവള് നിനക്കുള്ളതല്ലാതെ വേറെ ആർക്കുള്ളതാ? അതൊക്കെ ശരിയാ, പക്ഷെ പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് എനിക്കൊന്ന് തൊട്ട് നോക്കണ്ടേ, ചേരുമെന്നറിയാലോ. കല്യാണത്തിന് മുമ്പേ ദേഹത്ത് തൊടണമെന്നാ നീ എന്താ ഈ പറയണേ? അവൻ പറയുന്നതേ നീ അവനും തമ്മിലുള്ള കല്യാണത്തെ കുറിച്ചാ. ഈ കാർക്കോടകനെ ഞാൻ കല്യാണം കഴിക്കണം. ഡിയർ ഓഫീസേഴ്സ്, ഈ അടുത്ത കാലത്ത് മൈസൂരിൽ നടന്ന ആഭരണ കവർച്ചയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതല്ലേ? ഒരിക്കൽ ഹൈദരാബാദിൽ വെച്ച് ഈ ആഭരണങ്ങൾ കവർച്ച ചെയ്യാൻ ശ്രമിച്ച ആൾ നമ്മുടെ ആന്ധ്രക്കാരനാണ്. ഇപ്പോൾ ഈ പുതിയ കവർച്ച നടത്തിയിരിക്കുന്നതും അയാൾ തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ അനുമാനം. ഒരുപക്ഷെ അത് സത്യമാണെങ്കിൽ നമ്മൾ അയാളെ വിട്ടുകൂടാ, കഴിയുന്നത്ര വേഗത്തിൽ അറസ്റ്റ് ചെയ്യണം. സാർ, ഈ വലിയ രാജ്യത്തിൽ അവൻ എവിടെയുണ്ട്, എങ്ങനെയുണ്ട്, അത് കണ്ടുപിടിക്കുന്നത് വിഷമമാണ് സാർ. സാർ, അവൻ ഈ ജില്ലയിൽ കാലുകുത്തിയാൽ എൻ്റെ വീട്ടിൽ വന്നതുപോലെയാ, ഒരിക്കലും രക്ഷപ്പെടില്ല. സാർ, എങ്ങനെയാണ് ഡോക്ടർ? എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. കോമയിലാണ്, വേണമെങ്കിൽ പോയി കണ്ടോളൂ. താങ്ക്സ്. നീ എനിക്ക് അനിയനാണെങ്കിലും എനിക്ക് എന്റെ സ്വന്തം മോനെ പോലെയാ. അയ്യോ അമ്മായി, നിങ്ങൾ ഈ ടിവി സീരിയൽ കണ്ട് അവളെ അനുജത്തിയാക്കി കളഞ്ഞേക്കരുത്. അനിയ, അവനെ വിട്ടിട്ട് കല്യാണക്കാരൻ തീരുമാനിക്കോ? എന്താ സംശയം? എനിക്ക് കല്യാണം വേണ്ട. ഇപ്പൊ വേണ്ടെന്നോ അതോ പിന്നെ മതിയെന്നോ? നിന്നെ വേണ്ടത്. എന്താ? അതെ, എന്താ? എന്താ എന്താ നീ സമ്മതിക്കാത്തത്? നീ എന്താ കരുത് ഇയാളെ മണ്ടനാന്നാ? സത്യത്തിൽ ഇങ്ങനെ ചേട്ടനെ പോലെയാ. അത് ശരി, മെന്റൽ പ്രോബ്ലം അല്ലേ? ആലോചനയില്ല, വലിയ എടുത്തിയാട്ടക്കാരനുവാ. എന്നാലും ആവേശം ഉണ്ടല്ലോ.
നോക്കി വെള്ളമിറക്കി നടക്കാൻ മാത്രമല്ല നിനക്ക് വേണ്ടി മരിക്കാനും തയ്യാറായിട്ടാ. ആ അനിയ ഞാൻ മരിക്കും നീ ശരിക്കും പറഞ്ഞാണോ? അതെ ആ ഓ ചേട്ടാ, നിങ്ങളും കുറച്ച് മാറാനുണ്ട്. അമേരിക്കയിൽ ഡ്രോയർ മുതൽ ജെട്ടി വരെ വിറ്റ് നടക്കുന്ന നിങ്ങള് സ്വന്തം ജെട്ടി വിറ്റിട്ടായാലും സംരക്ഷിക്കണേ ഇവളെ. എന്നാ പെണ്ണുങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രേമമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പൂ പറിച്ചു കൊടുത്താൽ അത് പ്രേമമാണെന്ന് കരുതി അവർ ജീവിച്ചോളും. ഏതെങ്കിലും സാധനം നമ്മൾ അവർക്ക് ഗിഫ്റ്റ് കൊടുത്താൽ അതിൽ പ്രേമമുണ്ടെന്ന് കരുതി അവർ കാലം കഴിച്ചോളും. അപ്പൊ ഞാൻ അവളെ പ്രേമിച്ചിട്ടില്ലെന്നാണോ നീ പറയുന്നത്? നിങ്ങൾ അവളെ പ്രേമിച്ചിട്ടുള്ളത് എപ്പോഴാ? എപ്പോഴും കല്യാണം കല്യാണം എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തിയതല്ലാതെ. ഏതെങ്കിലും പാർക്കിലോ ബീച്ചിലോ കൊണ്ടുപോയി മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ടോ? ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? സ്വാർത്ഥതയോടെ പ്രേമിച്ചുകൊണ്ട് മാത്രമായില്ല, ആ പ്രേമത്തിന് സ്വാതന്ത്ര്യം കൊടുക്കും. സ്വന്തം പ്രേമം അവളെ ഫീൽ ചെയ്യിക്കും. പ്രേമത്തെക്കുറിച്ച് എന്ത് മനോഹരമായ സങ്കല്പം അവനുള്ളത്. ഇപ്പൊ ഇവക്കങ്ങ് പിടിച്ചു പോയെന്ന് തോന്നുന്നു. മനസ്സുകൊണ്ട് ആലോചിക്കുമ്പോഴേ അനുഭവത്തിന്റെ രസമാ. ഇത്ര പെട്ടെന്ന് അവൻ നിന്റെ മനസ്സിൽ കയറി ഇരുന്ന് കളഞ്ഞല്ലോടി. നീ ആള് ഭയങ്കരയാ. മടിയിൽ ലവർണ വെച്ചോണ്ട് ചുറ്റും തിരയുന്നത് പോലെയാ എന്റെ അവസ്ഥ. എന്നാ ആളിനെ കണ്ട് സംസാരിക്കേ. എങ്ങനെയാടി? ഇന്ദു, ഒരു പണിയുണ്ട്. വൈകിട്ട് നമ്മളെല്ലാവരും പബ്ബിൽ പോകുന്നു. നീ അയാൾ അവിടെ വിളിച്ചു വരുത്തി നിനക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞോളൂ. പബ്ബോ? ആ എന്റെ വീട്ടിലാരും സമ്മതിക്കില്ലല്ലോ. ഹായ് ഗേൾസ്, സോറി ഫോർ ദ ഇന്ററപ്ഷൻ. എന്ത് വൈകുന്നേരം നമുക്ക് പബ്ബിൽ പോവാം. എന്തിനാ? മനസ്സിലുള്ളതൊക്കെ തുറന്ന് പറയണ്ടേ? ബൈ ബൈ. ഇന്ദു, ഏതായാലും നിന്റെ മുറിച്ചെറുക്കൻ കാമുകനെ കാണാനുള്ള ഒരു ചാൻസ് തന്നിട്ടുണ്ട് അല്ലേ? എന്തിനാ വിളിച്ചത്? മാറ്റരെന്താ? എനിക്ക് പ്രേമത്തിൽ വലിയ വിശ്വാസാ. അതൊക്കെ വേണ്ടത് തന്നെയാ. എന്റെ മേഡത്തിന്റെ മകൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ വേറെ ആരെങ്കിലും കെട്ടാൻ ഞാൻ സമ്മതിക്കുമോ? തനിക്കൊന്നും അറിയില്ല. അവൻ എന്നോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണെന്നറിയോ? അവൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും ആർക്കും അറിയില്ല. ആ ആന്റിയുടെ സന്തോഷത്തിനായിട്ട് ഞാൻ അവനെ കല്യാണം കഴിക്കാമെന്ന് പറയുന്നതാ. ഇതൊക്കെ കള്ളമാണെന്ന് ആന്റിയോട് ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. നിക്ക് ഇനിയും വന്നില്ലല്ലോ, മഴയും വരുന്നുണ്ട്. ഞാനിതൊന്നും ആന്റിയോട് പറയണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്യണം. എന്ത് ചെയ്യണമെന്നാ? എന്നെ പബ്ബ് വരെ കൊണ്ടുപോകണം. ഡ്രൈവർ എത്രയായി? 1000 സർ. ഇത്ര കുറവാണോ? Hi. Hey, come. How are you, Annie? Hi, Lizzie. പറ്റിയ പേരോടാണല്ലോ വരും. Hi folks. I welcome you all to a wonderful evening. ഇന്നിന്റെ പബ്ബിന്റെ സോറി നമ്മുടെ പബ്ബിന്റെ 6th ആനിവേഴ്സറിയിലേക്ക് I welcome you all. And there is a very special surprise gift for you all. I think ഇവിടെ ഒരു ചലഞ്ച് നടക്കാൻ പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ചലഞ്ചിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമുള്ള ഒരു സർപ്രൈസ് ആണ്. Are you ready? Oh, I'm sorry girls, but this gift is only for boys. Oh, please girls, move aside, separate, move. Come on. Now, let me explain the game. Okay, ഇവിടെ ഒരു ബോൾ വെച്ചിട്ടുണ്ട്, അവിടെ ഒരു ഗണ്ണുമുണ്ട്. ആ ഗൺ എടുത്തുകൊണ്ട് ഈ ബോളിൽ ഷൂട്ട് ചെയ്യിച്ച് കൊള്ളിക്കുന്ന ധീരനായ പുരുഷന് നമ്മുടെ മിസ് മുംബൈ ഷീല അഗർവാൾ എന്ത് ഗിഫ്റ്റാണ് നൽകുന്നത് സ്വയം പ്രഖ്യാപിക്കുന്നതാണ്. Now let's welcome Miss Mumbai Sheila Agarwal. Hey guys, ഈ ഗെയിമിൽ ജയിക്കാൻ പോകുന്നവർക്ക് ഞാൻ എന്ത് ഗിഫ്റ്റ് കൊടുക്കാൻ പോണെന്ന് അറിയോ? Come on boys, come on, hurry up. You. Are you ready? Hey, handsome, come on.
കൊടുത്തു വിട്ടുകളാ. നീ അങ്ങനെ തോറ്റുപോയാ എന്റെ ഇമേജാ പോന്ന്. ആർട്ടൻസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഈസി അല്ല ഗൺ ഷൂട്ട് ചെയ്യുന്നത്. നിനക്ക് ആവില്ലെന്ന് പറഞ്ഞ് മാറിയതേ. Hero, you can kiss me and dance with me. Come on. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എങ്ങനെ തടയാനാ? മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മാറടി. ഹീസ് മൈൻ.